ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വിനി. രാഷ്ട്രപതി ജഗദീപ് ധൻഖർ. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ സിംഗപ്പൂർ ചൈന സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. മൻ കി ബാത് ടാലന്റ് ഹണ്ട് സീസൺ 5ന്റെ യൂറോപ്യൻ യൂണിയൻ മെക്സിക്കോ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ സാധനങ്ങൾക്കും 30% നികുതി ഏർപ്പെടുത്തി അമേരിക്ക. രാഷ്ട്രപതി ജഗദീപ് ധൻഖർ. ആശങ്കാജനകമായ ഈ സാഹചര്യം ചർച്ചയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ 4ാമത് ബിരുദദാന കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ സിംഗപ്പൂരും ചൈനയും സന്ദർശിക്കും. സിംഗപ്പൂർ വിദേശകാര്യമന്ത്രിയുമായും പരമ്പരാഗത വൈദ്യശാസ്ത്രത്തെ നിർമ്മിത ബുദ്ധിയിലൂടെ ആയുഷുമായി സംയോജിപ്പിക്കുന്നതിൽ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെ അംഗീകരിച്ച് ലോകാരോഗ്യ സംഘടന. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തെ സാങ്കേതിക വിദ്യയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള രാജ്യത്തിന്റെ സമർപ്പണത്തിന്റെ തെളിവാണ് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരമെന്ന് കേന്ദ്ര ആയുഷ് സഹമന്ത്രി പ്രതാപ് റാവു അദ്ദേഹം പറഞ്ഞു. വനിതാ ശിശു വികസനവുമായി ബന്ധപ്പെട്ട പ്രധാന പദ്ധതികളിൽ കേന്ദ്ര സംസ്ഥാന സഹകരണം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഗുജറാത്തിലെ കെവാദിയയിൽ മേഖലാതല യോഗം നടന്നു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗോവ എന്നീ സംസ്ഥാനങ്ങൾ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി അധ്യക്ഷത മിഷൻ വാത്സല്യ, മിഷൻ സക്ഷം അങ്കണവാടി, പോഷൻ 2.0 എന്നിവയ്ക്ക് കീഴിലുള്ള പ്രവർത്തനങ്ങളിൽ ചർച്ച കേന്ദ്രീകരിച്ചു. ഓപ്പറേഷൻ സിന്ദൂരിൽ വനിതാ സൈനികരും പൈലറ്റുമാരും വഹിച്ച നിർണായക പങ്കിനെ പ്രശംസിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്നലെ ലക്നൌവിൽ ചൌക്കിലെ ബാഡിക്കാളി ജി ക്ഷേത്ര സമുച്ചയത്തിലെ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വനിതകളുടെ പങ്കാളിത്തത്തോടെ പാകിസ്ഥാനിലെ 9 ഭീകര ക്യാമ്പുകൾ നശിപ്പിക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. ഈ വർഷം കാർഗിൽ യുദ്ധത്തിന്റെ 26ാം വാർഷികം ആഘോഷിക്കുകയാണെന്നും ഈ അവസരത്തിൽ രാജ്യത്തിനായി നികുതി ഏർപ്പെടുത്തി അമേരിക്ക. വ്യാപക പ്രതിഷേധവുമായി യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ. വിംബിൾട്ടൺ വനിതാ സിംഗിൾസിൽ തന്നെ കിരീടം സ്വന്തമാക്കി പോളണ്ടിന്റെ ഇഗ ഷാൻടെക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.